ഇന്നൊരു മീൻ ബിരിയാണി ഉണ്ടാക്കാം ഞാൻ. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാ ഇതിലേക്ക് പെരിഞ്ജീരകം, വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ട് ഇളക്കുക. പട്ട ഗ്രാമ്പു ഒരു കളറ് വന്നപ്പോൾ ഇത് 2 സവോള ഇട്ട് വഴറ്റുന്നുണ്ട്. ഒരുപാട് കളറാവരുത്, ഈ കളറാവാൻ പാടുള്ളൂ. അതിലേക്ക് മല്ലിയിലയും പിന്നെ പട്ടൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ട് ഇളക്കുക. ഈ കളറാകുമ്പോൾ കളറായി 1 കിലോന് അരിയാണ് കേട്ടോ. അതിൽ 1 കിലോന് ബോക്സിൽ അരിയാണ്. കളറായതിൻ്റെ ശേഷം അത്രേ കളറാവാൻ പാടുള്ളൂ കേട്ടോ. ഈ കളറായതിൻ്റെ ശേഷം കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം പൊടിച്ച പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരി എടുത്ത പാത്രത്തിൽ ഒരു പാത്രം വെള്ളം ഒഴിക്കുക. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം. ഈ പാത്രത്തിന് ഒരു പാത്രം അരി എടുത്ത് 2 പാത്രം വെള്ളം ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ചതാണ്. അതിലേക്ക് അരി അങ്ങോട്ട് കൊട്ടി കൊടുക്കുക. വറ്റിച്ചെടുക്കാനാണ് കേട്ടോ ബിരിയാണി അരി അങ്ങോട്ട് കൊട്ടി കൊടുക്കുക. 15 മിനിറ്റ് 20 മിനിറ്റ് ഇതിവിടെ കിടക്കണം. അരി കൊട്ടി കൊടുത്തിട്ട് വറ്റിച്ചെടുക്കാനാണ് ബിരിയാണി. ഇതിലേക്ക് ഞാൻ 15 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. വാളമീൻ കായം തേച്ച് വെച്ചിട്ടുണ്ട് ബിരിയാണിക്കുള്ളത്. തോട്ടിൽ പോയി പിടിച്ചിട്ട് വന്നതാണ് ഞങ്ങൾ. വേണ്ട വലിയ വലിയ കഷ്ണങ്ങൾ, വലിയ കഷ്ണങ്ങൾ വേണം. ഒരു മീനാണ്, അതൊരു 2-3 കിലോ ഉണ്ട്. മുളക്, മഞ്ഞൾ, ഉപ്പ് മാത്രം തേച്ചിട്ടുള്ളത് കേട്ടോ. ഇത് പൊരിച്ചെടുക്കണം കേട്ടോ. പൊരിച്ചെടുത്തിട്ട് തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ട് വേവായിട്ടുണ്ട് മീൻ പൊരിച്ചെടുത്തതാണ്. അതിൽ തന്നെ സവോള ഇട്ട് വഴറ്റുകയാണ്. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇളക്കുക. അങ്ങനെ ജോയിൻ്റായിട്ട് നല്ല ഇതായിട്ട് മുളയും തക്കാളി ഈ തരത്തിലായി. മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക, മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക, മല്ലിയും കുറച്ചിട്ടു, പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം കുറച്ചിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് മസാല ഒക്കെ റെഡിയായി. മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പൊരിച്ച മീനാണിത്. പൊരിച്ച മീനൊക്കെ ഇവിടെ ഇളക്കി കൊടുത്ത് റെഡിയായി. ചോറ് റെഡി, കറി റെഡി. മിക്സാക്കി കൊടുക്കുക. സൂപ്പറായിട്ടുണ്ട്. ഇനി ഇതാണ് മീൻ ബിരിയാണി. രണ്ടും കൂടി മിക്സായിട്ട് നമുക്ക് വിളമ്പി